ഹായ്, ഇന്നൊരു അമ്പലം വിസിറ്റിംഗ് ഡേ ആണ് കേട്ടോ. അമ്പലം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ അമ്പലം തന്നെയാണ്, വിഷ്ണുവിൻ്റെ അമ്പലമാണ്. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി, എല്ലാവരും എന്ന് വെച്ചാൽ ഞാനും അമ്മയും പിള്ളേഴ്സും കൂടിയിട്ടാണ് പോകുന്നത് തൊഴാൻ വേണ്ടിയിട്ട്. ഇപ്പം പൊന്നൂസിനുള്ള എപ്പോഴുള്ള പരിപാടിയാണ് അവൾക്ക് മുടി കെട്ടി കൊടുക്കുമ്പോൾ, സ്കൂളിൽ പോകുമ്പോഴും ഉള്ള പരിപാടി തന്നെ. മുടി കെട്ടി കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടും കോപ്രായം കളിച്ചുകൊണ്ടിരിക്കൽ. പൊന്നൂസിന് മുടി കെട്ടി കൊടുത്തതോടെ തന്നെ ഞാൻ ചെറിയ ആളെയും വേഗം തന്നെ ഒരുക്കി. അതിനിടയ്ക്ക് അവൾ അപ്പിയൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായി. ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പണി പറ്റിച്ചാൽ അതൊരു ടെൻഷൻ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു, പൊട്ടൊക്കെ വെച്ച്. അവൾ നൈസായിട്ട് പൊട്ടൊക്കെ വെക്കാൻ വിടാറുണ്ട്. ചിലപ്പോൾ മാത്രമേ ചേച്ചീനെ പോലെയൊക്കെ കുറച്ച് കുസൃതികളൊക്കെ കാണിക്കാറുള്ളൂ, അല്ലെങ്കിൽ അവൾ ഓക്കെയാണ്. അങ്ങനെ എല്ലാവരും ഒരുക്കി പോകാൻ നിൽക്കുമ്പോഴാണ് പൊന്നൂസ് പറഞ്ഞത്, അമ്മ കമ്മലിട്ടിട്ടില്ലാന്ന്. അങ്ങനെ വേഗം ഓടി വന്ന് കമ്മലൊക്കെ ഇട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഓട്ടോയിലാണ് പോകുന്നത്. ഭയങ്കര മഴയായതുകൊണ്ട് ഓട്ടോ, ഇല്ലെങ്കിൽ നടന്നിട്ടാണ് പണ്ടൊക്കെ പോയി തൊഴാറ്. ഇന്നെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും ആകെ ഒരു കുടയുള്ളൂ, ഇല്ല കുടയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കളഞ്ഞതുകൊണ്ട് ഓട്ടോയിലാണ് പോയത്. അങ്ങനെ ആ കാണുന്നതാണ് അമ്പലം. അടുത്ത് തന്നെ നല്ല പച്ച കളറിൽ കുളം കാണുന്നുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ ഇതിൽ കുളിച്ചിട്ടാണ് തൊഴാറ്. ഇപ്പോൾ അമീബയും മറ്റെന്തെല്ലാം അങ്ങനെ എന്തെല്ലാം പേരുള്ള രോഗങ്ങൾ വന്നുകൊണ്ട് സീനാണ്. അതുകൊണ്ട് ആരും കുളത്തിലൊന്നും കുളിക്കാൻ നിൽക്കണ്ട, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പലത്തിനുള്ളിലെത്തി തൊഴുതു, മനസ്സ് നിറയെ പ്രാർത്ഥിച്ചു. പിന്നെ എന്താ, വൈകുന്നേരം രാമായണ മാസമായതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരവും അവിടെ പ്രസാദം കൊടുക്കും. പായസം ഉണ്ട്, നല്ല അടിപൊളി പായസമാണ്, നെയ്യൊക്കെ ചേർത്തിട്ട് നല്ല രസത്തിൽ. എന്ന് പറയുന്നത് അടുത്ത അമ്പലത്തിൽ പായസം വേറെ ഒരു അമ്പലത്തിൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ നാട്ടിൽ ഇതായതുകൊണ്ട് പൊക്കി പറയുന്നതല്ല, നല്ല ടേസ്റ്റുള്ള പായസമായിരിക്കും അവിടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാവരും പായസമൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകാറ്. പിന്നെ പൊന്നൂന് അവിടെ എത്തിയ അവിടെ തന്നെ അവളുടെ ഫ്രണ്ടിനെ കിട്ടിയതുകൊണ്ട് അവളുമായിട്ട് ഇങ്ങനെ എന്തെല്ലോ തള്ളൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.